2026 ജൂലൈ 11 സിറാജ് എഡിറ്റോറിയൽ. എഥനോൾ മിശ്രിതവും പ്രായോഗിക വെല്ലുവിളികളും. പെട്രോളിൽ 20% എഥനോൾ കലർത്തിയ E20 ഇന്ധനം നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം വിവാദമായിരിക്കുകയാണ്. ഇത് വാഹനങ്ങളുടെ പ്രവർത്തനശേഷിയെയും എഞ്ചിനുകളെയും ദോഷകരമായി ബാധിക്കാമെന്ന് ഒരു വിഭാഗവും തീർത്ത് സുരക്ഷിതമാണെന്ന് മറ്റൊരു പക്ഷവും വാദിക്കുന്നു. ഒരു വിഭാഗം വാഹന ഉടമകളും ഇന്ത്യൻ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ പുതിയ ഇന്ധനത്തിനെതിരെ രംഗത്തു വന്നത് എഥനോൾ കലർന്ന ഇന്ധനം ടർബോ ചാർജ് എഞ്ചിനുകളെ ദോഷകരമായി ബാധിക്കുമെന്ന് ARAIയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. E10 ഇന്ധനം ഉപയോഗിക്കാനുള്ള ശേഷിയിൽ തയ്യാറാക്കിയ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ നശിക്കാൻ ഇതിടയാക്കുകയും മൈലേജ് കുറയുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാജ്യത്തെ പ്രമുഖ റിസർച്ച് ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് ARAI. അതേസമയം E20 ഇന്ധനം തീർത്തും സുരക്ഷിതമാണെന്നും രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നത്. E20 ഇന്ധനം ഉപയോഗിച്ചതുമൂലം എഞ്ചിൻ തകരാറായ ഒരു വാഹന ഉടമയെയെങ്കിലും കാണിക്കാമോ എന്ന വെല്ലുവിളിയും നടത്തി മന്ത്രി. ബ്രസീൽ, പരഗ്വേ, തായ്ലൻഡ് തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങൾ നിരവധി വർഷമായി ഈ ഇന്ധനം ഉപയോഗിച്ചു വരുന്നതായും ചൂണ്ടിക്കാട്ടുന്നു. ഈ വെല്ലുവിളി ഏറ്റെടുത്ത വാഹന ഉടമകൾ എഞ്ചിൻ തകരാറായ ധാരാളം വാഹനങ്ങൾ ഹാജരാക്കാൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വാദങ്ങളും പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല. പുതിയ വാഹനങ്ങൾ E20 ഇന്ധനം ഉപയോഗിക്കാനുള്ള ശേഷിയിൽ നിർമ്മിച്ചതായതിനാൽ അത്തരം വാഹനങ്ങൾക്ക് ഇത് ദോഷകരമല്ല. അതേസമയം പഴയ വാഹനങ്ങൾക്ക് ഗുണകരവുമല്ല. എഞ്ചിൻ തകരാറുകൾ, മൈലേജ് കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. 2023 മുമ്പ് വിപണിയിലെത്തിയ മിക്ക വാഹനങ്ങളും ഈ 10 അതിനേക്കാൾ കുറഞ്ഞതോ എഥനോൾ മിശ്രിതം ഉൾക്കൊള്ളാൻ പാകത്തിലാണ് തയ്യാറാക്കിയത്. ലോഹങ്ങൾ തുരുമ്പെടുക്കാനും റബ്ബർ, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ വേഗത്തിൽ ദ്രവിപ്പിക്കാനും ഇന്ധനത്തിലെ എഥനോൾ സാന്നിധ്യം ഇടയാക്കുമെന്ന് മെക്കാനിക് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. ശുദ്ധമായ പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിന് പ്രവർത്തനക്ഷമത കുറവായതിനാൽ 6 മുതൽ 10% വരെ മൈലേജും കുറയും. ഇന്ധന ഇറക്കുമതി കുറച്ച് ഈ രംഗത്തെ സാമ്പത്തിക ഭാരം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ പെട്രോളിൽ 20% എഥനോൾ ചേർക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. രാജ്യത്ത് ആവശ്യമായ ക്രൂഡിൻ്റെ 88-90% വരെ ഇറക്കുമതിയാണ്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് എണ്ണ ഇറക്കുമതിക്ക് രാജ്യം പ്രതിവർഷം 10 ലക്ഷം കോടി രൂപയോളം ചെലവിടുന്നുണ്ട്. പെട്രോളിൽ 20% എഥനോൾ ചേർക്കുന്നതിലൂടെ 35,000 കോടി രൂപയോളം ലാഭിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, കരിമ്പ്, ചോളം, കേടുവന്ന ധാന്യങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് എഥനോൾ ശേഖരിക്കുന്നതെന്നതിനാൽ ഇത് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്ന വാദവുമുണ്ട്. രാജ്യത്തിന് ഏറെ ഗുണകരമെങ്കിലും പദ്ധതി നടപ്പാക്കുന്നതിൽ സ്വീകരിച്ച ധൃതിയാണ് പ്രശ്നമായത്. എഥനോൾ ചേർക്കാത്തതോ 10% മാത്രം എഥനോൾ ചേർത്ത ഇന്ധനത്തിന് അനുയോജ്യമോ ആയ രീതിയിലാണ് ഇക്കാലമത്രയും 2023 വരെ രാജ്യത്ത് വാഹനങ്ങൾ നിർമ്മിച്ചത്. ഇപ്പോൾ രാജ്യത്തെ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങൾ ബഹുഭൂരിഭാഗവും ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഇന്ധനത്തിൻ്റെ മിശ്രിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്തുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം എന്തു ചെയ്യുമെന്ന ചോദ്യം പ്രസക്തമാണ്. പല രാഷ്ട്രങ്ങളും വാഹനങ്ങളുടെ എഞ്ചിനുകളിലും ഫ്യൂവൽ സിസ്റ്റത്തിലും ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ വാഹന നിർമ്മാതാക്കൾക്ക് ആവശ്യമായ സമയവും കൃത്യമായ മാനദണ്ഡങ്ങളും നൽകിയ ശേഷമാണ് ഉയർന്ന തോതിൽ എഥനോൾ ചേർത്ത ഇന്ധനം വിപണിയിലെത്തിച്ചത്. ലോകത്ത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എഥനോൾ നയം നടപ്പാക്കിയ രാജ്യമാണ് ബ്രസീൽ. ഇന്നവിടെ 27% മുതൽ 100% വരെ എഥനോളിൽ ഓടുന്ന വാഹനങ്ങളുണ്ട്. 40 വർഷം നീണ്ട ഘട്ടം ഘട്ടമായുള്ള പരിഷ്കരണങ്ങളിലൂടെയാണ് അവർ ഇത് നടപ്പാക്കിയത്. അമേരിക്കയിൽ എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കാവുന്ന വിധം എഞ്ചിനുകളിൽ മാറ്റം വരുത്തിയ വാഹനങ്ങൾക്ക് മിശ്രിത ഇന്ധനം ഉപയോഗിക്കാൻ നിയമപരമായി അനുമതിയുള്ളൂ. പഴയ വാഹനങ്ങൾക്കായി സാധാരണ പെട്രോൾ വിൽക്കുന്ന പമ്പുകൾ നിലനിർത്തിയിട്ടുമുണ്ട്. ഉപഭോക്താവിന് എഥനോൾ മിശ്രിത ഇന്ധനവും അല്ലാത്തതും യഥേഷ്ടം സ്വീകരിക്കാനുള്ള സൗകര്യം നിലനിർത്തിയപ്പോൾ ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും E20 ഇന്ധനം മാത്രമാണ് ലഭ്യമാകുന്നത്.
ബ്രസീൽ നടപ്പാക്കിയ പോലെ ഘട്ടം ഘട്ടമായും ഉപഭോക്താക്കൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകിയുമാണ് ഇത്തരം പരിഷ്കരണം നടപ്പാക്കേണ്ടത്. ഇന്ധന മേഖലയിൽ രാജ്യം വഹിക്കുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നതിൽ സന്ദേഹമില്ല. അതുപക്ഷേ ഉപഭോക്താക്കളെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലാകരുത്. ജനങ്ങളെ ബോധവൽക്കരിക്കാതെയും വിശ്വാസത്തിലെടുക്കാതെയും നടപ്പാക്കുന്ന നയങ്ങളും പദ്ധതികളും വിവാദങ്ങളും പ്രതിഷേധവും ക്ഷണിച്ചുവരുത്തുക സ്വാഭാവികം.